അക്കുല സേവനം ലഭ്യമാകുന്നത്. ആരോഗ്യമേഖലയെ ചിലർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംഭവിക്കാൻ പാടില്ലാത്തതാണ് കോട്ടയത്ത് സംഭവിച്ചത്. ആദ്യം പരിഗണിക്കേണ്ടത് മരിച്ച കുടുംബത്തിന്റെ സംരക്ഷണമാണ്. കെട്ടിടം പൊളിഞ്ഞു വീഴാൻ ഈടാക്കിയതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് മേഖലകളാണ്. ഈ രണ്ട് മേഖലകളും തകർക്കുന്നതിനുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന കേരളത്തിൽ നടന്നു വരികയാണ്. കോട്ടയത്തുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. ആദ്യ പരിഗണന നൽകേണ്ടത് ഈ മരണപ്പെട്ട കുടുംബത്തിന്റെ സംരക്ഷണമാണ്. ഈ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യമെന്ന് ഇത് പരിശോധിക്കുന്നതിന് കലക്ടറെ ചുമതലപ്പെടുത്തി. കെട്ടിടം പൊളിഞ്ഞു വീഴാൻ ഇടവരുത്തിയ നിലപാട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കേരളത്തിൽ എല്ലാ സാധ്യതകളുമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിച്ചു. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം പരിശോധിക്കും. ന്യൂറോ അസുഖത്തിന് ചികിത്സ തേടുന്ന നവമിയുടെ